BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിയിൽ പങ്കെടുത്ത ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിൽ കേരള സർക്കാർ നടത്തുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിയിൽ പങ്കെടുത്തു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സമിറ്റിൽ ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ചരിത്രപരമായ പങ്കാളിത്ത ബന്ധത്തിന്റെ ഖ്യാതി ബഹ്റൈനെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ആദിൽ ഫക്രു പറഞ്ഞു. വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറുകളുമുള്ള വ്യവസായ മേഖലകളെ പ്രയോജനപ്പെടുത്താൻ കേരളത്തിൽ നിന്നുള്ള സംരംഭകരെയും നിക്ഷേപകരെയും അദ്ദേഹം രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി എന്നിവരുമായും അബ്ദുള്ള ആദിൽ ഫക്രു കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ഇൻട്രാ ഇസ്ലാമിക് ഡയലോഗ് കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ, OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, OICC പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ്, നൈസാം PA തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. IYCC ബഹ്റൈൻ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കേക്ക് മേക്കിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ട്രീസ ജോണി ആദ്യ സ്ഥാനത്തിനും അഫ്സാരി നവാസ് രണ്ടാം സ്ഥാനത്തിനും മർവ സക്കീർ, ലൈജു സന്തോഷ്, ബിഷേൽ എന്നിവർ മൂന്നാം സ്ഥാനത്തിനും അർഹരായി. IYCC ബഹ്റൈൻ വനിതാ വേദി കോർഡിനേറ്റർ മുബീന മൻഷിർ, ജോയിന്റ് കോർഡിനേറ്റർമാരായ മിനി ജോൺസൺ, മാരിയത്ത്, അമീർ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആണ്ടലോസ് ഗാർഡനിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിവിൻ തോമസ്, ട്രഷറർ ബെൻസി ഗനിയുടെ, ബാഹിർ അനസ്, നഹല ഫാസിൽ, ഷീന നൌസൽ, സൗമ്യ ശ്രീകുമാർ, മിനി ജോൺസൺ, ഫസീല ജയ്ഫർ എന്നിവർ സമ്മാന വിതരണം നടത്തി. കേക്ക് മത്സരത്തിലെ വിധികർത്താവായിരുന്ന തുഷാര പ്രകാശിനുള്ള ഉപഹാരം കോർഡിനേറ്റർ മുബീന മനുഷ്യർ നൽകി. വനിതാവേദി ചാർജുള്ള IYCC ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് അനസ് റഹീം, വനിതാവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുത്തു. SNCS മൊഹറക് ഏരിയ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനം നടന്നു. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 SNCS സിൽവർ ജൂബിലി ഹാളിൽ ചേർന്ന യോഗത്തിൽ ബഹ്റൈനിലെ ബ്രെഡ് വാലി കമ്പനി മേധാവി രാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ശിവശങ്കർ സ്വാഗതവും ഏരിയ കൺവീനർ ബാലചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ ഡി, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS, ഏരിയ കോർഡിനേറ്റർ സുനി സുശീലൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഗഗനോഷി ഗാഗനശോഭി പൂജാ നൃത്തവും ബഹ്റൈൻ സഹൃദയ അവതരിപ്പിച്ച നാടൻ പാട്ടുമുണ്ടായിരുന്നു. അതുല്യ ശോഭി പരിപാടിയുടെ മുഖ്യ അവതാരകയായിരുന്നു. കമ്മ്യൂണിറ്റി സ്പോക്സ് പേഴ്സൺ സനീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റൈനിലെ 3 സോണുകളുടെയും യൂത്ത് കൺവീനർ കൗൺസിലുകൾ സമാപിച്ചു. റിഫ, മനാമ, മൊഹറക് കൗൺസിലുകൾക്ക് റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റൈൻ ROP ഫൈസൽ പതിയാക്കര, അബ്ദുറഹ്മാൻ PT, ജാഫർ പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകി. സാമൂഹിക താളം എന്ന പ്രമേയത്തിൽ നടന്ന കൺവീൻ കൗൺസിൽ അംഗങ്ങളിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം നൽകുന്ന സെഗ്മെന്റുകൾ കൊണ്ടും സംശുദ്ധ വ്യക്തിജീവിതം നയിക്കാൻ വേണ്ട കാര്യങ്ങളും ചർച്ചകളാലും സമ്പന്നമായിരുന്നു. താളം തെറ്റില്ല എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ 2 മാസക്കാലം നടന്ന അംഗത്വകാല പ്രവർത്തനങ്ങൾക്ക് ശേഷം യൂണിറ്റ് സെക്ടർ യൂത്ത് കൺവീനർക്ക് ശേഷം സോൺ കൺവീനർ പൂർത്തീകരിച്ചു. നാഷണൽ യൂത്ത് കൺവീനർ ഈ മാസം 28-ന് മനാമയിൽ നടക്കും. റിഫ സോൺ യൂത്ത് കൺവീനർ പ്രവാസി റിസാല സബ് എഡിറ്റർ VPK മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സെഷനുകൾക്ക് മുഹമ്മദ് സഖാഫി, അഷ്റഫ് മങ്കര, ജാഫർ ഷരീഫ് എന്നിവർ നേതൃത്വം നൽകി. RSC റിഫ സോൺ ഭാരവാഹികളെ അബ്ദുള്ള രണ്ടത്താണ് പ്രഖ്യാപിച്ചു. മനാമ സോൺ യൂത്ത് കൺവീനർ RC നാഷണൽ മീഡിയ സെക്രട്ടറി മൻസൂർ അഫ്സനി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സെഷനുകൾക്ക് അബ്ദുള്ള രണ്ടത്താണി, സഫാൻ സഖാഫി, ഫൈസൽ പതിയാക്കര എന്നിവർ നേതൃത്വം നൽകി. RSC മനാമ സോൺ ഭാരവാഹികളെ ഹംസ ഖാലിദ് സഖാഫി പ്രഖ്യാപിച്ചു. ഗുദാബിയിൽ നടന്ന മൊഹറക് സോൺ യൂത്ത് കൺവീനർ RSS നാഷണൽ കലാലയം സെക്രട്ടറി അബ്ദുറഷീദ് തെന്നര ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സെഷനുകൾക്ക് മുനീർ സഖാഫി, അഷ്റഫ് മങ്കര എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈൻ പ്രതിഭ മൊഹറക് മേഖലയ്ക്ക് കീഴിലെ മൊഹറക് യൂണിറ്റ് അൽ ഹിലാൽ ഹോസ്പിറ്റലുകളിൽ മൊഹറക് ബ്രാഞ്ചുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റുകൾ, ഡോക്ടറുടെ സൗജന്യ പരിശോധന എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പ്രവാസികൾക്കുള്ള കേരള സർക്കാരിന്റെ നോർക്ക ക്ഷേമനിധി കാർഡുകൾക്കുള്ള രജിസ്ട്രേഷനും മെഡിക്കൽ ക്യാമ്പിനൊപ്പം സംഘടിപ്പിച്ചു. ഹ്രസ്യമായി സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങ് ലോക കേരള സഭാംഗവും പ്രതിപക്ഷാധികാരി സമിതി അംഗവുമായ CV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രഘുനാഥ് അധ്യക്ഷനായിരുന്നു. പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മുറോഴ, പ്രസിഡന്റ് ബിനു മണിൽ, മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ, ഹെൽപ്പ് ലൈൻ കൺവീനർ JH, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് മാനേജർ വിഷ്ണു ഭുവനേശ്വർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചൈനയിൽ വീണ്ടും പുതിയ കൊറോണ വൈറസ് കണ്ടെത്തി. COVID-19 കാരണമായ SARS COVID-2 അത്രയും തന്നെ ജനങ്ങളിൽ ഇൻഫെക്ഷൻ വരുത്താൻ ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്ന HKUS COVID-2 വൈറസിനെയാണ് കണ്ടെത്തിയത്. സെൽ സയന്റിഫിക് ജേണൽ എന്ന ജേണലിലാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പഠനം വന്നിട്ടുള്ളത്. ബാഡ് വുമൺ എന്നറിയപ്പെടുന്ന ചൈനീസ് വൈറോളജി ഷിൻസിംഗ്ലിയാണ് പുതിയ വൈറസിനെ കണ്ടുപിടിച്ചത്.
രണ്ടാഴ്ചയോളമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം പൂർണ്ണ നിസ്സഹകരണത്തിലേക്ക് മാറി. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള സേവനങ്ങളും കണക്കെടുപ്പും ഉൾപ്പെടെയുള്ള പ്രവർത്തനം നിർത്തി. സംസ്ഥാനത്തെ 27,000 ആശാ വർക്കർമാരും സമരത്തിന്റെ ഭാഗമായി നിസ്സഹകരണത്തിലാണെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അവകാശപ്പെട്ടു. ഈ മാസം 10 മുതലാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയത്. പലതവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടും ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല. ഓണറി അലവൻസും ഉൾപ്പെടെ 9,000 രൂപയാണ് വേതനമെന്ന് ആശാ വർക്കർമാർ പറയുമ്പോൾ 13,200 രൂപ വരെ ലഭിക്കുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം 2 മാസത്തെ ഓണറേറിയം ധനവകുപ്പ് അനുവദിച്ചിരുന്നു. എന്നാൽ പകുതിയോളം പേർക്ക് മാത്രമാണ് തുക ലഭിച്ചത്. 7,000 രൂപയായി ഓണറേറിയത്തിൽ 500 മുതൽ 1,000 രൂപ വരെ കുറഞ്ഞതായും ആശാ വർക്കർമാർ പറയുന്നു. അട്ടപ്പാടിയിൽ മകൻ അമ്മയെ ഹ്രോളോബ്രിക്സ് കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. പുതൂർ പഞ്ചായത്തിലെ അരളിക്കോളം ഊരിലെ രേഷിയാണ് ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ ദാരുണമായി കൊല്ലപ്പെട്ടത്. മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകനെ കാണാത്തതിനെ തുടർന്ന് രേഷി വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇയാൾ രേഷിയെ ഹ്രോളോബ്രിക്സ് കൊണ്ട് തലയ്ക്കടിച്ചത്. രഘുവിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ബഹളം കേട്ടോടിക്കൂടിയ നാട്ടുകാരാണ് രഘുവിനെ പിടിച്ചുവെച്ചത്. രഘുവും അമ്മയുമായി ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മൃതദേഹം ഉടൻ അഗളിയിലെ ആശുപത്രിയിലേക്ക് മാറ്റും. വീടിന്റെ ഓട് പൊളിച്ച് 25 പവൻ സ്വർണം മോഷ്ടിച്ചു. മുക്കം കാരശ്ശേരിക്കടുത്ത് കുമാരനെല്ലൂരിൽ ചക്കിങ്ങൽ വീട്ടിൽ സെറീനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാത്രി 8-നും 10-നും ഇടയിലായിരുന്നു സംഭവം. സെറീനയും കുടുംബവും ബന്ധുവീട്ടിൽ സൽക്കാരത്തിന് പോയിരിക്കുകയായിരുന്നു. ഓട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് റൂമിലെ അലമാരയുടെ ചുവട്ടിൽ പെട്ടികളിൽ സൂക്ഷിച്ച സ്വർണം കവരുകയായിരുന്നു. 16 ലക്ഷത്തോളം രൂപയാണ് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യമായി കണക്കാക്കിയിട്ടുള്ളത്. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.